ബട്ടർഫ്ലൈസ്. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. നമസ്കാരം, എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ബട്ടർഫ്ലൈസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കഥ ഒരു മുയലിൻ്റെയും ഒരു ആനയുടെയും കഥയാണ്. കഥയുടെ പേര് കലൂലുവിൻ്റെ കൃഷി. പണ്ടൊരു കാട്ടിൽ കലൂലു എന്നൊരു മുയലുണ്ടായിരുന്നു. അവന് ഒരു വലിയ കൃഷിയിടമുണ്ടായിരുന്നു. എപ്പോഴും അവന് ഭയങ്കര തിരക്കാണ്. വിത്ത് വിതയ്ക്കണം, വളമിടണം, പ്രാണികളെ ഓടിക്കണം, വെള്ളം നനയ്ക്കണം. ഇതിനെല്ലാം നല്ല ഫലം കിട്ടുന്നതുമാണ്. അവൻ്റെ കൃഷിയിടമാണെങ്കിൽ നല്ലതാണ്, ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കാറ്റിൽ തലയാട്ടി നിൽക്കുന്ന ചോളച്ചെടികളും ചുവന്നു തുടുത്ത ക്യാരറ്റും വെളുത്തു തുടുത്ത കോളിഫ്ലവർ, ക്യാബേജ് എല്ലാം ഉണ്ട് നമ്മുടെ കലൂലുവിൻ്റെ തോട്ടത്തിൽ. വെറുതെ അല്ല ഇത്രയൊക്കെ വിളവുണ്ടാകുന്നത്, രാപ്പകലില്ലാതെയുള്ള അവൻ്റെ അധ്വാനം കൊണ്ടാണ്. കാട്ടിലുള്ള മറ്റു മൃഗങ്ങൾക്കെല്ലാം മുയലിൻ്റെ കൃഷിയിടം കാണുമ്പോൾ അസൂയയാണ്. ഒരു ദിവസം കലൂലു കൃഷി ചെയ്തുകൊണ്ടിരിക്കെ ബംബു ആന അവിടെ എത്തി. ഹായ് കലൂലു, നീ എന്തൊക്കെയാ കൃഷി ചെയ്തിരിക്കുന്നത്? നല്ല വിളഞ്ഞ മത്തങ്ങ കണ്ടിട്ട് ബംബുവിന് വായിൽ വെള്ളമൂറി. കലൂലു, നീ എനിക്ക് കൂടി മത്തങ്ങ കൃഷി ചെയ്തു തരാമോ? കലൂലുവിന് മടിയനാനയുടെ സൂത്രം പിടികിട്ടി. അയ്യടാ, അതങ്ങ് മനസ്സിലിരിക്കട്ടെ, വേണമെങ്കിൽ കൃഷി തനിയെ ചെയ്തോട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കലൂലു കുറച്ച് മത്തൻ വിത്തെടുത്ത് ഇരയിൽ പൊതിഞ്ഞ് ബംബുവിന്റെ തുമ്പിക്കയിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ബംബു, നീ ഇത് കൊണ്ടുപോയി നിന്റെ വീടിന് മുന്നിൽ കുഴിച്ചിടൂ, വെള്ളവും ഒഴിച്ചു കൊടുക്കണം. ബംബുവിനാകെപ്പാടെ നിരാശയായി. കൃഷിപ്പണിയെല്ലാം കലൂലുവിനെ കൊണ്ട് ചെയ്യിക്കാമെന്നാണ് ബംബു വിചാരിച്ചത്. എന്നാലും അതൊന്നും പുറത്ത് കാണിക്കാതെ അവൻ കലൂലു നൽകിയ വിത്തും ഒരു മൺവെട്ടിയും വാങ്ങിക്കൊണ്ടുപോയി. തടിയനായ ബംബു അല്പം കിളച്ചപ്പോൾ തന്നെ തളർന്നുപോയി. വലിയ വയറും കൊണ്ട് കിതപ്പോടെ അവൻ ഒരിടത്തിരുന്നു. പിന്നീട് അവൻ കയ്യിലിരുന്ന മത്തൻ വിത്തെല്ലാം കൂടി അവിടെ ഇട്ട് അല്പം മണ്ണും ഇട്ട് പോയി കിടന്നുറങ്ങി. മാസങ്ങൾ കഴിഞ്ഞു. കലൂലുവിന്റെ മത്തൻ ചെടിയിൽ അങ്ങിങ്ങായി നല്ല തുടുത്ത മഞ്ഞ പൂക്കൾ വിടർന്നു. അവിടെയായി കായ്കളും വന്നു. കലൂലു ഉറക്കമുളച്ചിരുന്നാണ് ചെടികളെ കുഞ്ഞുങ്ങളെ പോലെ പരിപാലിക്കുന്നത്. അതേസമയം ബംബുവാന നട്ട വിത്തുകളിൽ കൂടുതലും ഉറുമ്പ് കൊണ്ടുപോയി. ചിലതെല്ലാം മുളച്ചവയ്ക്ക് തീരെ ആരോഗ്യമില്ലായിരുന്നു. വെള്ളവും വളവും ഇല്ലാതെ അവ പാതിക്ക് കരിഞ്ഞു നശിച്ചു. ഫലത്തിൽ ഒരൊറ്റ വിത്ത് പോലും മുളച്ചില്ല. ബംബു കലൂലുവിന്റെ കൃഷിയിടത്തിൽ വന്ന് നോക്കി. ഹായ്, നല്ല മുഴുത്ത മത്തൻ! അവന് വായിൽ കപ്പലോടിക്കുവാനുള്ള വെള്ളമായി. ദുഃഖത്തോടെ അവൻ മടങ്ങിപ്പോയി തന്റെ കൃഷിയിടത്തിൽ ചെന്നിരുന്നു. കലൂലു കൃഷിയിടത്തിൽ ചെന്ന് മത്തനുകൾ എണ്ണി നോക്കി. 10 മത്തനുകൾ നാളെ വിളവെടുക്കാൻ പാകത്തിലായി. നാളെ രാവിലെ തന്നെ വിളവെടുക്കണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ ഉറങ്ങാൻ പോയി. പിറ്റേന്ന് അതിരാവിലെ വിളവെടുക്കാൻ കൃഷിയിടത്തിലെത്തിയ കലൂലു ഞെട്ടിത്തെറിച്ചുപോയി. 5 മത്തൻ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. അവൻ പൊട്ടിക്കരഞ്ഞു. അന്ന് രാത്രി മുഴുവൻ അവൻ മോഷ്ടാവിനെ ഓടിക്കാനായി ഒരു ചെണ്ടയുമായി തോട്ടത്തിലിരുന്ന് കൊട്ടി. കുറെ കഴിഞ്ഞപ്പോൾ അവന് നല്ല ഉറക്കം വന്ന് അവൻ മുഴുത്ത ഒരു മത്തൻ തുറന്ന് അതിനകത്ത് കയറിയിരുന്നു. നല്ല കാറ്റുമുണ്ടായിരുന്നതിനാൽ ഉറങ്ങിപ്പോവുകയും ചെയ്തു. ഏറെയായി. അപ്പോൾ അതാ ഇരുട്ടിന്റെ മറവിൽ നിന്നും ഒരു കറുത്ത രൂപം വരുന്നു. ബംബുവാനയായിരുന്നു അത്. അവൻ പതുങ്ങി വന്ന് കലൂലു കിടന്നുറങ്ങിയ മത്തം പൊട്ടിച്ച് വായിലേക്ക് ഇട്ടു. പാവം കലൂലു ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയുന്നതിന് മുമ്പ് ബംബുവിന്റെ വയറ്റിലായി. കലൂലു പെട്ടെന്ന് ഉരുണ്ട് പിരണ്ട് തന്റെ ചെണ്ട എടുത്ത് ആഞ്ഞു കൊട്ടാൻ തുടങ്ങി. ഇത് കേട്ട് ബംബു പേടിച്ചു നടുങ്ങിപ്പോയി. അയ്യോ, എന്റെ വയറേ, എന്നെ രക്ഷിക്കണേ എന്ന് നിലവിളിച്ച ബംബു നിലത്ത് കിടന്ന് ഉരുണ്ട് പിടഞ്ഞു. പേടിച്ചു വിറച്ച ബംബുവിന്റെ ബോധവും പോയി. അവൻ വായും തുറന്നു കിടന്ന നേരത്ത് എങ്ങനെയൊക്കെയോ വായിലൂടെ കലൂലു ചെണ്ടയുമായി പുറത്തു വന്നു. പിന്നീട് ഒരിക്കലും ബംബു ഒന്നും മോഷ്ടിച്ചിട്ടില്ല. മാത്രമല്ല, മത്തൻ കാണുമ്പോഴേ അവന് വയറുവേദനയും വരുമായിരുന്നു. കൂട്ടുകാർക്ക് ഈ മുയലിന്റെയും ആനയുടെയും കഥ ഇഷ്ടമായോ? മടി കൊണ്ടൊന്നും സാധിക്കില്ല അല്ലേ? നമ്മൾ നന്നായി അധ്വാനിച്ചാൽ അല്ലെങ്കിൽ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഏത് കാര്യവും നമുക്ക് സാധിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച പുതിയൊരു കഥയുമായി കാണാം. എല്ലാ കുഞ്ഞു കൂട്ടുകാരോടും തൽക്കാലം വിട പറയുന്നു ഗീതു. ബട്ടർഫ്ലൈസ് അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.